ഹൂതി തീവ്രവാദികൾ തൊടുത്തുവിട്ട 2 മിസൈലുകൾ വെടിവെച്ചിട്ട് ഒരു ദിവസത്തിനു ശേഷം വെള്ളിയാഴ്ച യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഇറാനുമായുള്ള സഖ്യമുള്ള ഹൂതി ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ ടെൽ അവീവിനടുത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് യഹ്യ സാരി വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെതിരെ ഗ്രൂപ്പ് നടത്തുന്ന മൂന്നാമത്തെ ആക്രമണത്തിനെയാണ് സാരി ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവളം ഇനി വിമാനയാത്രയ്ക്ക് സുരക്ഷിതമല്ലെന്നും ഗാസയ്ക്കെതിരായ ഇസ്രായേലി ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ അത് അങ്ങനെ തന്നെ തുടരുമെന്നും വക്താവ് വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അവകാശവാദം ഉണ്ടായിരുന്നിട്ടും വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതായും ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളുടെ പട്ടിക പ്രദർശിപ്പിച്ചിരിക്കുന്നതായും കാണപ്പെടുകയും ചെയ്തു. ഇതിനു പുറമെ ചെങ്കടലിൽ വെച്ച് US വിമാനവാഹിനി കപ്പലായ US ഹാരി എസ് ട്രൂമിനെതിരെ ഹൂതികൾ ആക്രമണം നടത്തിയതായി തെളിവുകൾ നൽകാതെ സാരി അവകാശപ്പെടുകയും ചെയ്തു. അമേരിക്കയുടെ സമീപകാല അക്രമങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചതുൾപ്പെടെയുള്ള സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന് ഹൂതികൾ പ്രതിജ്ഞയെടുത്ത സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ നടക്കുന്നത്. ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഈ മാസം ആദ്യം മിഡിൽ ഈസ്റ്റിൽ US ഏറ്റവും വിപുലമായ സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കുറഞ്ഞത് 50 പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പുതിയ അക്രമങ്ങൾക്ക് പ്രതികാരമായി ഇസ്രായേലിലെ തങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിധി വർദ്ധിപ്പിക്കുമെന്നും ഹൂതികൾ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. താരതമ്യേന ശാന്തമായ ഒരു കാലഘട്ടത്തിനു ശേഷം നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു. 2023 അവസാനത്തോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഗാസയിലെ പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി അവകാശപ്പെട്ടുകൊണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ 100-ലധികം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഈ അക്രമങ്ങൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും US സൈന്യത്തെ ചെലവേറിയ തടസ്സപ്പെടുത്തൽ ശ്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നതിന്റെ ഭാഗമാണ് ഹൂതികൾ. ഇസ്രായേൽ വിരുദ്ധവും പാശ്ചാത്യ വിരുദ്ധവുമായ പ്രാദേശിക സായുധ സംഘടനകളുടെ സഖ്യമാണിത്. ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ സായുധ ഗ്രൂപ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഇറാന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങളെ ഭീഷണിയിലേക്ക് എത്തിക്കുന്നതിന്റെ കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്.